ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് പാവപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പൂക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലുള്ള ഒരു സ്ഥലമാണ് പാവപ്പടി എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ഒരു 25ഓളം വില്ലകൾ വരുന്ന ഒരു പ്രൊജക്ടിനകത്തുള്ള ഒരു വില്ലയാണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെയൊക്കെ നിറയെ വില്ലകളാണ്. മെയിൻ റോഡിൽ നിന്ന് നമുക്ക് 200 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം. ഈ കാണുന്ന വില്ലകളിലേക്കുള്ള റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് മെയിൻ റോഡ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ടാർ റോഡ് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കും കാക്കനാട് കളക്ടറേറ്റിലേക്കൊക്കെ പോകണമെങ്കിൽ 14 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ അടുത്ത് ഹോസ്പിറ്റൽ നോക്കുകയാണെങ്കിൽ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നല്ലൊരു സ്കൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാർട്ടർ സ്കൂളിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാം കൊണ്ടും റോഡിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ മതിലിൽ നിന്നൊക്കെ തന്നെ തുടങ്ങാം. ഇതിന്റെ മതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ഔട്ട്ലൈനകത്ത് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് നോക്കുവാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള കുറച്ച് വർക്കുകളും ഡിസൈനുകളും ഒക്കെ കൊടുത്തിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ കുറച്ച് വുഡൻ പാനലിങ്ങുകൾ നമുക്ക് ബാൽക്കണിയിൽ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാൽ വിസിബിൾ ആണ്. അതുപോലെ മെയിൻ 2 കാർ പോർച്ചിന്റെ പില്ലറുകളൊക്കെ ആണെങ്കിലും ഭംഗിയുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ടോട്ടലി നോക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ തന്നെയാണ് വീടിന്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ വീടിനകത്തേക്ക് ഗേറ്റ് തുറന്ന് വരുന്ന സമയത്ത് വീടിന്റെ സറൗണ്ടിങ് ഏരിയാസ് നോക്കുവാണെങ്കിൽ കാണാം, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാർ പോർച്ച് കിട്ടുന്നുണ്ട്. കാർ പോർച്ചിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ആ കാണുന്ന ഭാഗം ഒരു വലിയ ഏരിയയാണ്. നമുക്ക് ഫ്രണ്ടിലെ കാറുകളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് 2 ചെറിയ കാറുകൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്യുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു നമ്മൾ നേരെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാം തന്നെ സ്റ്റോൺസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. പിന്നെ അതിനിടയിൽ നമുക്ക് ഗ്രാസിന്റെ വർക്കുകൾ കൂടി കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. വീട്ടിലേക്ക് നമ്മൾ കയറിയിട്ട് ഈ ഒരു റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ഒരു പോർഷൻ കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് ചുറ്റിനും റൗണ്ട് ചെയ്ത് പോയാൽ ബാക്കിലൂടെയും കടന്നു പോകാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. ഈ ഒരു പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്ക് സൈഡിലേക്ക് ബേബി മെറ്റലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ വീട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു മിഡിലായിട്ടാണ്. നമുക്ക് സൈഡിലൂടെയും ബാക്കിലൂടെയും ഒക്കെ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, വർക്ക് ഏരിയയുടെ ജസ്റ്റ് വർക്ക് നടക്കുന്ന ആ ഒരു സ്പേസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആണെങ്കിൽ പോലും നമുക്കൊരു 2 ചെയറുകളൊക്കെ ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 3.8 സെന്റ് ലാൻഡിലാണ്. ഏകദേശം 4 സെന്റ് അടുത്ത് തന്നെ നമുക്ക് ലാൻഡ് കിട്ടുന്നുണ്ട്. അതുപോലെ 1900 സ്ക്വയർ ഫീറ്റ് 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ മെയിൻ ഡോറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന 2 പീസിലാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. ഈ ഡോറ് ഫേസ് ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ഇതിന്റെ ഡോറിന്റെ ഫേസിങ് വരുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു നമുക്ക് വുഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഡോറിന്റെ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ വിൻഡോസിന്റെ ഒക്കെ എല്ലാം ചെയ്തിരിക്കുന്നത് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, 1900 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് കിട്ടാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ള വീടാണിത്. നേരെ കയറി വന്ന് നമ്മൾ നിൽക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് സ്പേസിലാണ്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ TV വെക്കാനുള്ള ഒരു യൂണിറ്റ് കാണാം. മൾട്ടിവുഡിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭംഗിയായിട്ടുള്ള ഒരു വർക്കും സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു വർക്ക് അവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഡൈനിങ്ങിലേക്ക് പോകുന്ന എൻട്രൻസ് നോക്കിയാലും കാണാം, കംപ്ലീറ്റ് ആയിട്ട് തന്നെ മൾട്ടിവുഡിൽ നല്ല ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിന് ഭംഗിയുള്ള ഡിസൈനുകളും LED ലൈറ്റിന്റെ വർക്കുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു സൈഡ് വന്നിട്ട് ഫ്രഞ്ച് മോഡൽ വിൻഡോയും ഈ ഒരു സൈഡിൽ വന്നിട്ട് നോർമൽ വിൻഡോയും ആയിട്ട് ഇവിടെ ഒരു 3 പാളിയുടെയും അവിടെ ഒരു 2 പാളിയുടെയുമായിട്ടാണ് വിൻഡോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിലേക്കുള്ള വാട്ടറിന്റെ സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്കൊരു കിണറുണ്ട്. കിണറിലെ വെള്ളമുണ്ട്. അതുകൂടാതെ നമുക്ക് KWയുടെ വാട്ടറുമായിട്ടും ഓപ്ഷൻ ഉണ്ട്. ഏകദേശം 3000 ലിറ്ററോളം കപ്പാസിറ്റിയുള്ള ടാങ്കാണ് നമുക്ക് ഇതിന്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിണർ വെള്ളം വേണ്ടവർക്ക് അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. 2 ഫെസിലിറ്റികൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഡൈനിങ് സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡൈനിങ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 6 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
നമുക്കിവിടെ വിൻഡോസ് കിട്ടുന്നത് ഈ ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് ഓപ്പൺ കിച്ചന്റെ ആ ഒരു എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഡൈനിങ്ങിൽ ബാക്കി എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ്. ഇതിന്റെ ഹാൻഡ് റെയിൽസ് നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആയിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ സേഫ് ആയിട്ട് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നമുക്ക് നോക്കിയാലും കാണാം കബോർഡുകളായിട്ടൊക്കെ കൺവെർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഏരിയ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതിന്റെ അടുത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ വരുന്നത്. സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് കൊടുത്തിട്ട് മൾട്ടിവുഡ് കൊണ്ടുള്ള മുകളിലും താഴെയൊക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും കുറച്ച് ഭംഗിയുള്ള വർക്കുകളൊക്കെ കൊടുത്തിട്ടാണ് സെറയുടെ ആ ഒരു വാഷ് ബേസിൻ അവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമുകൾ താഴെ കിട്ടുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ബെഡ്റൂമാണ്. നമ്മൾ ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ കണ്ടത്. അവിടെ നിന്നും കണ്ടിന്യൂ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്താണ് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഒരു ചെറിയ ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു സിംഗിൾ കോട്ട് കട്ടിലിടാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു റൂമിന്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യത്തിന് വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റൂമിന്റെ 2 സൈഡിലായിട്ടാണ് വിൻഡോസ് കിട്ടുന്നത്. ഇവിടെ ഒരു 3 പാളിയുടെയും ഇവിടെ 2 പാളിയുടെയും വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് നല്ലൊരു വാർഡ്രോബ്, അവിടെ ഒരു വൈറ്റ് ആൻഡ് ഒരു മെറൂൺ കളറിലുള്ള ഒരു ബ്രൗൺ കളറിലുള്ള ഷെയ്ഡ് വരുന്ന ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് നമുക്കൊരു മിററും കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ബാത്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ വർക്ക് ജസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊന്നും ഇവിടുന്ന് മാറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാർട്ടൺ ബോക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. വീട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നീറ്റ് ആക്കിയിട്ട് മാത്രമായിരിക്കും വീട് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു ബെഡ്റൂം കണ്ടു. ആ ഒരു ബെഡ്റൂമിനെ ഫേസ് ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ അടുത്ത ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിനെ വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് കട്ടിലിടാവുന്ന സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ റൂഫിൽ നോക്കിയാലും നേരത്തെ കണ്ട റൂമിലെ പോലെ തന്നെ ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് 2 ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വീതം 2 സൈഡിലും ചെയ്തിരിക്കുന്നത്. നമുക്ക് വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു വുഡ് കളറും വൈറ്റും കൂടെ കൂടിയ മിക്സ്ചർ വരുന്ന ഒരു വാർഡ്രോബാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ് ആ ഫെസിലിറ്റി അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള സെയിം ടൈല് തന്നെയാണ് അവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളും കണ്ടതിന് ശേഷം നമുക്ക് ഇനി കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചണിന്റെ എൻട്രൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയായിട്ട് മൾട്ടിവുഡിൽ ഡിസൈനിൽ വളരെ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് അവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 3 പേർക്ക് വരെ നിന്ന് നന്നായി മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിച്ചണിൽ കിട്ടുന്നത്. കിച്ചണിന്റെ ഒരു കബോർഡ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ ആൻഡ് വുഡ് കളറോട് കൂടിയ മിക്സ്ചറിലാണ് ഇവിടുത്തെ വാർഡ്രോബുകളെല്ലാം തന്നെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. 3 വിൻഡോസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു നമുക്ക് ചെറിയ തരത്തിലുള്ള ബോട്ടിൽസ് ഒക്കെ വെക്കാനും ഒക്കെ ആയിട്ട് അഡീഷണൽ കുറച്ച് സ്പേസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കിട്ടുന്നത്. നമ്മൾ വീടിന്റെ ബാക്ക് സൈഡ് ആദ്യം കണ്ടില്ല, 2 സൈഡും നമ്മൾ കണ്ടിരുന്നു. ഈ ഭാഗമാണ് വീടിന്റെ ബാക്ക് സൈഡ് ആയിട്ടുള്ള വരുന്നത്. നമുക്ക് ഇവിടെയാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് ഉള്ളത്. ബിൽഡറുമായിട്ട് സംസാരിച്ച് നമുക്ക് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഇതിന് പുറത്ത് നോക്കുവാണെങ്കിൽ വർക്ക് ഏരിയ കഴിഞ്ഞിട്ടുള്ള സ്പേസ് ഒക്കെ ആവശ്യത്തിന് നമുക്ക് ചെടികൾ നടാനും ഒക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ മുകളിലുള്ള ഫെസിലിറ്റികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. കയറി പോകുന്ന വഴികളിലുള്ള ഈ ഒരു ഇതൊക്കെ തന്നെ നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ ഒരു വോൾ ഇവിടെ കാണാം. നല്ല ഭംഗിയായിട്ടൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു ടെക്സ്ചർ വർക്കിലും ഒരു ബ്ലാക്ക് കളർ ക്രോസ് ലൈൻസ് ഒക്കെ വരുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വോളാണ് നമുക്ക് കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നത്. ഒരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിലേക്കുള്ള റൂഫിലെ വർക്കുകൾ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകളൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വലിയൊരു ഹാള് കിട്ടുന്നുണ്ട്. ഹാളിൽ 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കിയാൽ കാണാം നല്ല രീതിയിലുള്ള വർക്കുകൾ നമ്മൾ ഓൾറെഡി സ്റ്റെപ്പ് കയറി വന്നപ്പോൾ തന്നെ കണ്ടതാണ്. നമുക്ക് അപ്പർ യൂട്ടിലിറ്റി ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്കൊരു TV വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഈ ഒരു ഭാഗത്താണ്. പവർ പ്ലഗുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ഒരു TV യൂണിറ്റ് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കണ്ടത്. മുകളിലത്തെ നിലയിൽ നമുക്കിനി 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത് ആ ഒരു ഭാഗത്തു നിന്നാണ്. നിങ്ങൾക്കറിയാം സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് നേരെ ഒരു ഡോറ് കാണാം. അത് വന്നിട്ട് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഡ്ത്തും ലെങ്ത്തും ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ കോട്ട് കട്ടിൽ നമുക്ക് ഇവിടെ എന്തുകൊണ്ടും ആപ്റ്റ് ആണ്.
ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഇവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിൽ നിറയെ ബോർഡർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് LED ലൈറ്റും ഫിറ്റിംഗ്സും LED സ്ട്രിപ്സും ഒക്കെ ഇട്ടിട്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ നമ്മളുടെ ഒരു വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് വൈറ്റ് ആൻഡ് വുഡ് കളറിൽ വിത്ത് മിററോട് കൂടിയിട്ടാണ്, ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു ഫെസിലിറ്റി അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ നോക്കുവാണെങ്കിൽ യൂണിഫോം ആയിട്ട് സെയിം ടൈലുകളുടെ കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റി ഏരിയ കൂടി കണ്ടിട്ട് പോകാം. ഈ ഒരു ഡോറ് തുറക്കുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അതിന്റെ മുകൾ ഭാഗം തൽക്കാലം കവർ ചെയ്തിട്ടില്ല, നമുക്കതും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ബിൽഡറായിട്ട് സംസാരിച്ച് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയുടെ ഈ ഒരു ഭാഗത്ത് നിന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ ഭാഗത്തായിട്ട് TV ഒക്കെ വെക്കാനായിട്ട് ഒരു സ്പേസ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കിനി അവിടെ TV വെക്കാൻ താല്പര്യമില്ല, നമുക്ക് ഈ ഒരു ഭാഗത്താണ് TV വെക്കാൻ താല്പര്യമെങ്കിൽ അതിനിവിടെ ഓൾറെഡി ബിൽഡർ ഒരു അറേഞ്ച്മെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് ലിവിംഗ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് ഇവിടെ നമുക്ക് TV വെക്കാനുള്ള സ്പേസ് ഒക്കെ ഓൾറെഡി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് ഇരിക്കാനുള്ള സ്പേസും ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഒരു വർക്കുകളൊക്കെ കൊടുത്തിട്ട് മൾട്ടിവുഡ് കൊണ്ടുള്ള തന്നെയുള്ള സ്റ്റോറേജ് സ്പേസും എല്ലാം ചെയ്തിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഏരിയയുടെ മുകളിലേക്ക് നോക്കിയാൽ കാണാം വളരെ ഭംഗിയായിട്ടുള്ളൊരു വർക്കാണ് റൂഫിൽ വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു ബാൽക്കണി പോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ആ ഒരു പില്ലർ മുകളിലേക്കും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. നമുക്കിനി ഇവിടെ കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്നിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഡബിൾ കോട്ട് കട്ടിലിടാവുന്ന സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബോർഡർ ലൈനുകളൊക്കെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്ത് ഭംഗിയുള്ള ഡോറൊക്കെ കൊടുത്തിട്ട് തന്നെയാണ്. സെയിം ടൈലുകളുടെ തന്നെ കളർ കോമ്പിനേഷൻസ് ഒക്കെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞിരുന്നു നിറയെ വില്ല, ഏകദേശം ഒരു 25ഓളം വില്ലകൾ വരുന്ന ഒരു വലിയ പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് നൈബേഴ്സിനൊക്കെ കിട്ടുന്ന ഏരിയയിലാണ്. മെയിൻ ആയിട്ട് നമുക്ക് എപ്പോഴും വേണ്ടത് ഹോസ്പിറ്റൽ ഫെസിലിറ്റിയും സ്കൂളുകളൊക്കെയാണ്. അതെല്ലാം തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞ രാജഗിരി ഹോസ്പിറ്റലാണ് നമുക്ക് ഇവിടെ നിന്ന് ഏറ്റവും അടുത്ത് വരുന്നത്. 5.5 കിലോമീറ്റേഴ്സേ ഉള്ളൂ. സ്കൂളാണെങ്കിൽ ചാർട്ടർ സ്കൂൾ അടുത്താണ്. ബാക്കി എല്ലായിടത്തേക്കും ഇൻഫോ പാർക്ക്, ലുലു ഇവിടേക്കൊക്കെ നമുക്ക് 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തിപ്പെടാവുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള ഈ മനോഹരമായ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 3.8 സെന്റ് ലാൻഡിലാണ്. 3.8 ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 1900 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1900 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതൊരു 4 BHK ആണ്. ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 73 ലക്ഷമാണ്. 73 lakhs എന്ന ഇതിന്റെ പ്രൈസ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.